ഹലോ ഓൾ, നമുക്ക് ഇന്ന് മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 5 നമുക്ക് 3 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഈ പറഞ്ഞ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അല്ലെങ്കിൽ GPS, പിന്നെ GIS, പിന്നെ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള 3 എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് മൊഡ്യൂൾ 5 നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക് ഈസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS സിസ്റ്റം. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് GPS. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മളെല്ലാവരും വാട്സാപ്പിൽ ഒരു ഫീച്ചർ ഉണ്ട്, എന്താണ് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം, ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പുറപ്പെട്ടു ഇവിടെ എത്തി എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ചിലപ്പോൾ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് അല്ലെ. പല ഫുഡ് ഓർഡറിങ് സൈറ്റുകളുണ്ട്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡെലിവറി ബോയ് നമ്മുടെ പിക്കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, അവർ ആ വരുന്ന വഴി കാണാൻ പറ്റാറുണ്ട് അല്ലെ. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? അതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ലൈവ് ലൊക്കേഷൻ ഒരാൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് ചെയ്യാൻ പറ്റുന്നതിന്റെ കാരണക്കാരാണ് ഈ പറഞ്ഞ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് GPS. അപ്പൊ GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. So from the name itself, it is clear that it's a system to locate the position of a point or an object or a body. അല്ലെ, എങ്ങനെയാണ് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ത്രൂ ദി ഹെൽപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സ്. ഒരു നെറ്റ്വർക്ക് ഓഫ് സാറ്റലൈറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽസ് അല്ലെങ്കിൽ കോഡുകൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് വി ആർ ഫൈൻഡിങ് ഔട്ട് ദി പൊസിഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ്, സാറ്റലൈറ്റ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് ഒരു റിസീവർ വഴി ഇന്റർപ്രറ്റ് ചെയ്യും. And by interpreting and doing certain other calculation, will be able to exactly locate the distance or the location of objects on the surface of Earth. അതാണ് GPS. Okay, so GPS എന്ന് പറഞ്ഞാൽ എന്താ? It's a positioning system based on a network of satellites that continuously transmit coded information. Okay, so the information transmitted from the satellites can be interpreted by receivers to precisely identify locations on Earth by measuring distance from the satellite. അതാണ് GPS എന്ന് പറഞ്ഞാൽ. ഇനി ആരാണ് ഈ GPS എന്നുള്ള സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്? അത് is controlled by US Department of Defense. US-ൽ ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതായിരുന്നു ഇനീഷ്യലി GPS. പിന്നീടാണ് അത് ഗ്ലോബലി വേറെ അത് ആപ്ലിക്കേഷൻസിന് യൂസ് ആയി വന്നത്. ഓക്കെ, ഇപ്പോഴും അതിന്റെ കൺട്രോളും അതിന്റെ ഫണ്ടും എല്ലാം ചെയ്യുന്നത് US Department of Defense. ഓക്കെ, അവരുടെ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ നാവ്സ്റ്റാർ എന്ന് പറയാറ്. നാവ്സ്റ്റാറിന്റെ ഫുൾ ഫോം നാവിഗേഷണൽ സാറ്റലൈറ്റ് ടൈമിംഗ് ആൻഡ് റേഞ്ചിങ്. അങ്ങനെയാണ് ഈ പറഞ്ഞ GPS സ്റ്റാർട്ട് ചെയ്തത്. Okay, so the primary application of NavStar is precisely identify location on Earth by measuring distances from the satellite. അതാണ് GPS എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് GPS വഴി നമ്മൾ ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്യുന്നത്? അതറിയാനായിട്ട് മുന്നേ we have to see or study about the 3 components of GPS. GPS system എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ consists of 3 main components. ആദ്യത്തെയാണ് ഈ പറഞ്ഞ സ്പേസ് കോമ്പണന്റ്. ഫസ്റ്റ് വൺ is സ്പേസ് കോമ്പണന്റ്, സെക്കൻഡ് വൺ is the control segment, and third one is user segment. The space segment, control segment, user segment എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ഉണ്ട് GPS കോമ്പണന്റ്സ് ആയിട്ട്. Space segment is the satellite orbiting the Earth and transmitting timing and ranging messages. അപ്പോൾ സ്പേസ് സെഗ്മെന്റിൽ എന്തൊക്കെയാണുള്ളത്? സ്പേസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സ് ആണ് സ്പേസ് സെഗ്മെന്റിൽ വരുന്നത്. So those satellites will be continuously transmitting signals. ഇനി കൺട്രോൾ സ്റ്റേഷൻ. What do you mean by control station? ഈ കൺട്രോൾ സെഗ്മെന്റ്, ഈ സാറ്റലൈറ്റ്സ് നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അതിന് ഡെസിഗ്നേറ്റ് ചെയ്ത ഓർബിറ്റിൽ തന്നെയാണോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്ത എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വരാമെങ്കിൽ അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ കൺട്രോളിങ് സിഗ്നൽസ് സെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കൺട്രോൾ സെഗ്മെന്റിൽ നടക്കുന്നത്.
Okay, the control segment in the it monitors the health and position of satellites in the space segment and transmits correction information back up to the satellite. The space segment നമുക്ക് ഈ പറഞ്ഞ GPS ആവശ്യമായിട്ടുള്ള സാറ്റലൈറ്റ്സ് പ്രസന്റ് ആയിരിക്കും. കൺട്രോൾ സെഗ്മെന്റ് ഈ സാറ്റലൈറ്റ്സ് പ്രോപ്പർ ഫങ്ഷനിങ് അല്ലേ എന്ന് കണ്ടിന്യൂസ്ലി എൻഷുർ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ആണ് കൺട്രോൾ സെഗ്മെന്റിൽ ഉള്ളത്. പിന്നെ വരുന്നതാണ് യൂസർ സെഗ്മെന്റ്. യൂസർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാറ്റലൈറ്റ്സിന് എമിറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനുള്ള യൂസ്ഫുൾ ഡാറ്റ എടുക്കുന്ന ആൾക്കാരാണ് യൂസർ സെഗ്മെന്റ്. ഓക്കെ, so the handheld or other receivers used to interpret the messages broadcasted from the satellites. അതാണ് യൂസർ സെഗ്മെന്റ്. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി യൂസർ സെഗ്മെന്റിന് നമ്മുടെ എല്ലാവരും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഒരു യൂസർ സെഗ്മെന്റ് ആണ്. അതിൽ ഈ സാറ്റലൈറ്റ്സിന് വരുന്ന സിഗ്നൽസിനെ റിസീവ് ചെയ്യാനായിട്ടും അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ. പിന്നെ വരുന്നത് ഏതൊക്കെയായിരിക്കും? എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ കാറുകളിൽ GPS സിസ്റ്റം ഉണ്ട്. പിന്നെയോ അഡ്വാൻസ് കാറിൽ, പിന്നെയോ പ്ലെയിനുകൾ, ഷിപ്പുകൾ, ഇവരെല്ലാം അവരുടെ ജേർണി ഏത് റൂട്ടിൽ കൂടെ പോകണം എന്നുള്ളത് ഒക്കെ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ GPS സിസ്റ്റം വെച്ചിട്ടാണ്. ഇപ്പൊ എയറോപ്ലെയിനിലായാലും ഷിപ്പിലായാലും ഈ പറഞ്ഞ GPS സിഗ്നൽസിനെ റിസീവ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ ദേ ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ യൂസർ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 components to GPS എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് സെഗ്മെന്റ്, കൺട്രോൾ സെഗ്മെന്റ് ആൻഡ് യൂസർ സെഗ്മെന്റ്. ഓക്കെ, now we'll see in detail what are all these segments. Okay, ഇതാണ് ഈ പറഞ്ഞ സ്പേസ് സെഗ്മെന്റ്. സ്പേസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ആണ് ഓർബിറ്റിംഗ് അറൌണ്ട് ദി എർത്ത്. നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ഈ സാറ്റലൈറ്റ്സ്. ആ സാറ്റലൈറ്റ്സ് എല്ലാം കൂടിയിട്ടാണ് നമ്മുടെ സ്പേസ് സെഗ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സാറ്റലൈറ്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്, അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, മാനുഫാക്ചർ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ എർത്തിന്റെ പല ഭാഗത്തായിട്ട് we would have placed the control segment. Okay, then once its functioning ഒക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽസ് എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സിഗ്നൽസ് ആവശ്യമുള്ള യൂസർ സെഗ്മെന്റ് വിൽ റിസീവ് ആൻഡ് ഇന്റർപ്രറ്റ് ഇൻ ദെയർ ഓൺ വേ. അപ്പൊ അതിനാണ് യൂസർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചൊരു യൂസർ സെഗ്മെന്റ് ഒരു എയർക്രാഫ്റ്റ് ആണ്. നമ്മുടെ മൊബൈൽ ഫോൺ ആവാം, വേറൊരു യൂസർ സെഗ്മെന്റ് കാർ ആവാം, ഷിപ്പ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പണന്റ്സ് ഓഫ് GPS എന്ന് പറഞ്ഞു, GPS എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് വൺ ആസ് ദി സ്പേസ് സെഗ്മെന്റ്. സ്പേസ് സെഗ്മെന്റ് എന്താണെന്ന് പറഞ്ഞിരുന്നത്? ഇറ്റ് ഇസ് ദി ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് പ്രസന്റ് ഓൺ ദി ഓർബിറ്റ് ഓഫ് എർത്ത്. ഓക്കെ, നമുക്ക് GPS-ന് വേണ്ടിയിട്ട് സ്പേസ് സെഗ്മെന്റിൽ 24 സാറ്റലൈറ്റ് വെഹിക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഓൾ അറൌണ്ട് ദി എർത്ത് നമുക്ക് GPS വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ട് നമുക്ക് 24 satellites are required. Okay, so around the earth 24 satellites are orbiting for the purpose of global positioning system. And ആ 24 സാറ്റലൈറ്റ്സിന് തിരിയാൻ വേണ്ടിയിട്ട് we have 6 orbital planes. 6 orbital പ്ലെയിനുകളുണ്ട്. And each of the plane is inclined at an angle of 55 degree to the equator. അതിന്റെ ആക്സിസ്, ആ മൂവ് ചെയ്യുന്ന ആ പാത്ത്, അതാണ് ഈ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ 24 സാറ്റലൈറ്റ് ഉണ്ട്. ആ 24 സാറ്റലൈറ്റിന് 6 ഓർബിറ്റൽ പാത്ത് ഉണ്ടാവും. അപ്പോൾ ഒരു പാത്തിൽ കൂടെ എത്ര സാറ്റലൈറ്റ് ആവും മൂവ് ചെയ്യുന്നുണ്ടാവുക? മൊത്തം 24 സാറ്റലൈറ്റ് ഉണ്ട്. അതിന് മൂവ് ചെയ്യാനായിട്ട് 6 ഓർബിറ്റൽ പാത്ത് ഉണ്ട്. സോ വി വുഡ് ഹാവ് 4 സാറ്റലൈറ്റ്സ് അക്രോസ് ഈച്ച് ഓർബിറ്റ്. ഒരു ഓർബിറ്റൽ പാത്ത് എടുക്കുമ്പോൾ ആ പാത്തിന് അലോങ് ആയിട്ട് കണ്ടിന്യൂസ്ലി 4 സാറ്റലൈറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. Okay, and ഈ 6 orbital പാത്തുകൾ they are separated by 60 degree inclination അതും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. Okay, and all these orbital paths are at a distance of 20,200 kilometers above Earth. Okay, and the time required for a satellite to complete one rotation, one revolution about the Earth എന്ന് പറയുന്നത് it is equal to 11 hours 55 minutes. അല്ലെങ്കിൽ roughly 12 hours എന്ന് പറയും. അതെ, എർത്തിന്റെ ചുറ്റും ഈ പറഞ്ഞ GPS സാറ്റലൈറ്റിന് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ റിവോൾവ് ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 12 hours. അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ പകുതി സമയം കൊണ്ട് ഒരു സാറ്റലൈറ്റ് എർത്തിനെ ഫുൾ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഓക്കെ, ആൻഡ്
എർത്തിന്റെ ഏതൊരു പോയിന്റിൽ നിന്നാലും നമുക്ക് 5 to 8 സാറ്റലൈറ്റ്സ് വിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ആ പൊസിഷൻ വിൽ ബി അണ്ടർ ദി control എന്ന് പറയാൻ പറ്റില്ല, under the observation path of 5 or 8 satellites. Okay, so these are the space segment elements. Okay, അപ്പോൾ ഇതാണ് GPS constellation. So when you count the number of orbits, നിങ്ങൾക്ക് നോക്കാൻ വെച്ചാൽ 1 2 3 4 5 6 number of orbital paths ഉണ്ട്. And ഓരോ സർക്കിൾ നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യാൻ ഓരോ സർക്കുലർ പാത്തിലും you will find 4 satellites in each orbital path. ഓക്കെ, അപ്പൊ എർത്തിന്റെ ചുറ്റും ഇത്രയും സെറ്റ് ഓഫ് സാറ്റലൈറ്റ്സ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഈ ഓരോ സാറ്റലൈറ്റും പല സ്ഥലത്തു നിന്ന് സിഗ്നൽസ് വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടിന്യൂസ് ട്രാക്കിംഗ് ഓഫ് ഒബ്ജക്ട് ഓൺ ദി എർത്ത് പോസിബിൾ ആയി വരുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് കൺട്രോൾ സെഗ്മെന്റ്. അപ്പൊ കൺട്രോൾ സെഗ്മെന്റ് എന്തിനാണ് പറഞ്ഞത്? നമ്മുടെ ഈ പറഞ്ഞ 24 സാറ്റലൈറ്റും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ സെഗ്മെന്റ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ കൺട്രോൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഉണ്ടാവും. പിന്നെ ഇൻ കേസ് ആ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ എന്തെങ്കിലും സംഭവിക്കാന്ന് വെച്ചാൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു ഓൾട്ടർനേറ്റ് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഉണ്ടാവും. പിന്നെ 12 കമാൻഡ് ആൻഡ് കൺട്രോൾ ആന്റിനാസും 16 മോണിറ്ററിംഗ് സൈറ്റ്സും ഉണ്ടാവും. അത് അക്രോസ് ദി ഗ്ലോബ് ഈ രീതിയിലാണ് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ കൺട്രോൾ സെഗ്മെന്റ്സ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൺലി വി ഹാവ് 1 മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ അത് എപ്പോഴും US-ലായിരിക്കും. പിന്നെ ഇൻ കേസ് ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു ദാറ്റ് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ അതോറിറ്റി പാസ് ചെയ്യാനായിട്ട് ഒരു ഓൾട്ടർനേറ്റ് മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഓൾസോ വിൽ ബി സിറ്റുവേറ്റഡ്. ഓക്കെ, ഇനി ഈ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ എവിടെ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ഫാൽക്കൺ എയർഫോഴ്സ് ബേസ് ഇൻ കൊളറാഡോ സ്പ്രിങ്സ്, USA-യിലത്തെ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ പറഞ്ഞ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ റിമോട്ട് മോണിറ്ററിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ സൈറ്റ്. ഈ പറഞ്ഞ കൺട്രോൾ എല്ലാ കൺട്രോൾ സെഗ്മെന്റ്സിന്റെയും ഓവറോൾ മാനേജ്മെന്റ് നടത്തുന്നത് ഈ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ആയിരിക്കും. ആൻഡ് എവറി ഡേ twice a day checkup നടത്തിക്കൊണ്ടിരിക്കും. Checkup is performed twice a day by each of 6 stations as the satellites complete their journey around the earth. ദിവസത്തിൽ 2 തവണ ചെക്കപ്പ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആൻഡ് എന്തെങ്കിലും ഒരു റീഓറിയന്റേഷൻ വരണം എന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റിനെ റീപൊസിഷൻ ചെയ്യാനായിട്ടും ഈ പറഞ്ഞ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷന് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് the master control station and its overall responsibility എന്ന് പറയുന്നത് is the overall management of the remote monitoring and transmission site. പിന്നെ വരുന്നതാണ് കുറച്ച് മോണിറ്റർ സ്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ലെഫ്റ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തതൊക്കെയാണ് ഡിഫറെന്റ് മോണിറ്ററിംഗ് സ്റ്റേഷൻസ് പ്രസന്റ് ഓവർ ദി ഗ്ലോബ്. ഓക്കെ, അപ്പോൾ ഈ മോണിറ്റർ സ്റ്റേഷൻസ് എന്താ ചെയ്യുന്നത്? ചെക്ക് ദി എക്സാക്ട് ആൾട്ടിറ്റ്യൂഡ്, പൊസിഷൻ, സ്പീഡ് ആൻഡ് ഓവറോൾ ഹെൽത്ത് ഓഫ് ദി ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഓക്കെ, and they also have to check that ഈ പറഞ്ഞ GPS സാറ്റലൈറ്റും അതിന്റെ ഓർബിറ്റും ക്ലോക്കും ആക്സെപ്റ്റബിൾ ലിമിറ്റിന്റെ ഉള്ളിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈസ് ഇറ്റ് വിത്തിൻ ദി ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഓർ നോട്ട് എന്നുള്ളതും ചെക്ക് ചെയ്യുന്നത് മോണിറ്റർ സ്റ്റേഷൻ ആണ്. ആൻഡ് അറ്റ് എ ടൈം 11 സാറ്റലൈറ്റ്സിനെ ഒരു സ്റ്റേഷനിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 11 സാറ്റലൈറ്റ്സിനെ ഒരു സ്റ്റേഷനിൽ അറ്റ് എ ടൈം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും നമ്മൾ ദിവസത്തിൽ 2 തവണയായിരിക്കും ഫുൾ ചെക്കപ്പ് നടത്തുക. ഓക്കെ, ഓരോ സ്റ്റേഷനും ഇതേപോലെ ദിവസത്തിൽ 2 തവണ എല്ലാ സാറ്റലൈറ്റ്സിന്റെയും ഫങ്ഷനിങ് പ്രോപ്പർ അല്ലേ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ മോണിറ്റർ സ്റ്റേഷൻസ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ ഒന്നുമില്ല കേട്ടോ, ഇന്ത്യയിൽ ഇതുവരെ സാധനങ്ങളൊന്നുമില്ല. പിന്നെയാണ് വരുന്നത് ഗ്രൗണ്ട് ആന്റിന. Ground antenna in their means they monitor and track the satellite from horizon to horizon. ഓരോ ലെവലില് സാറ്റലൈറ്റ്സിന് മോണിറ്റർ ചെയ്ത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗ്രൗണ്ട് ആന്റിനാസ് ആണ്. അതേപോലെ ഇപ്പോൾ സ്റ്റേഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടു അതിനെ മോണിറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കറക്ഷൻ സിഗ്നൽസ് ആയിരിക്കും പാസ് ചെയ്യുക. അപ്പോൾ ഈ കറക്ഷൻ സിഗ്നൽസും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ സാറ്റലൈറ്റ്സ് വേണം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ GPS സാറ്റലൈറ്റ് ഫോർ ദ കമാൻഡ് ആൻഡ് കൺട്രോൾ പർപ്പസസ്. കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൺട്രോൾ സ്റ്റേഷനിൽ ഈ പറഞ്ഞ സാറ്റലൈറ്റിക്കുള്ള കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ത്രൂ ദി പാത്ത് ഓഫ് ഗ്രൗണ്ട് ആന്റിനാസ് ആണ് നടക്കുക. ഓക്കെ,
പിന്നെ ലാസ്റ്റ് വരുന്നതാണ് യൂസർ സെഗ്മെന്റ്. അപ്പൊ യൂസർ സെഗ്മെന്റിൽ എന്തുണ്ടായിരിക്കണം? പ്രൈമറി ആയിട്ട് GPS റിസീവർ ഉണ്ടാവണം അല്ലെ. സാറ്റലൈറ്റിന് എമിറ്റ് ചെയ്ത സിഗ്നൽസിനെ റിസീവ് ചെയ്യാനായിട്ട് ഒരു GPS റിസീവർ ഷുഡ് ബി ദെയർ ഇൻ ദ യൂസർ സെഗ്മെന്റ്. ഈ റിസീവർ എന്താ ചെയ്യുക? ദേ കളക്ട് ആൻഡ് പ്രോസസ് സിഗ്നൽസ് ഫ്രം ദ GPS സാറ്റലൈറ്റ്. ഓക്കെ, എന്നിട്ട് ആ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് they will try to determine and display the location, speed, time and so on. നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാം, സ്പീഡ് കണ്ടുപിടിക്കാം, ടൈം കണ്ടുപിടിക്കാം. അങ്ങനെയല്ലേ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ മാപ്പിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും അല്ലെ. അതെല്ലാം ഈ പറഞ്ഞ കിട്ടിയ ഇൻഫർമേഷനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ടാണ്. ഓക്കെ, ആൻഡ് എത്രമാത്രം ആക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം റിലയബിൾ ആണ് എന്നുള്ളത് it is proportional to the number of visible satellites. The number of visible satellites increase ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ലൊക്കേഷൻ ആക്യുറസിയും കൂടും. നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ലൈവ് ലൊക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കാണും ആക്യുറേറ്റ് ടു ഇത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ എത്ര നമ്പർ ഓഫ് സാറ്റലൈറ്റ്സിനാണ് നമുക്ക് സിഗ്നൽസ് കിട്ടി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എല്ലാം ആക്യുറസി എന്ന് പറഞ്ഞത്. ഓക്കെ, so those were the 3 segments of GPS. Okay, next we'll move on to satellite ranging. So endani satellite ranging? It is the method of measuring distances from the satellite to the receiver on earth. Satellite enna നമ്മുടെ ഭൂമിയിലുള്ള റിസീവർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറയാം. എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ GPS ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ഡിസ്റ്റൻസാണ് വേണ്ടത്? നമ്മുടെ ഫോണിൽ നിന്ന് ആ സാറ്റലൈറ്റിലെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിയണം. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ള റിസീവറിന് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ ഡസ് ഇറ്റ് മെഷർ ദ ഡിസ്റ്റൻസ്? ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ട്രൈലാറ്ററേഷൻ എന്ന് പറയാം. ഓക്കെ, so the basic idea or principle of determination of position is that of reflection or trilateration. എന്താണ് ഈ പ്രിൻസിപ്പിൾ? നമുക്കറിയാവുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ്. അതായത് സപ്പോസ് if we know the distance or a position of a point with relative to 3 points, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. That is, if one knows the distance of 3 points relative to his position, he can determine his position relative to those 3 points എന്നാണ് സാറ്റലൈറ്റ് റേഞ്ചിങ്ങിന്റെയും പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സിമ്പിൾ ബേസിക് ഇക്വേഷൻ ആണ് അല്ലെ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. GPS-ഉം ഈ സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിൽ ഈ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്നൽ ട്രാവൽ ചെയ്ത സ്പീഡാണ്. വെലോസിറ്റി ഓഫ് സിഗ്നൽ ആണ് ഈ ഇക്വേഷനിൽ നമ്മൾ വെലോസിറ്റി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ആ സ്പീഡ് എന്ന് പറയുന്നത് ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അത്രയാണ് നമ്മുടെ വെലോസിറ്റി. നമ്മൾ കൺസിഡർ എടുക്കേണ്ടത്. പിന്നെ ഡിസ്റ്റൻസ് അറിയാൻ നമുക്ക് എന്തേ അറിയേണ്ട ആവശ്യമുള്ളൂ? ടൈം അറിയണം അല്ലെ. അപ്പൊ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? സാറ്റലൈറ്റിന് എമിറ്റ് ചെയ്ത റേഡിയോ സിഗ്നൽ നമ്മുടെ GPS റിസീവർ വരെ എത്താനായിട്ട് എത്ര ടൈം എടുത്തു, അതാണ് ടൈം ടേക്കൺ എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. അതായത് ദ ടൈം, precise time when a radio signal left the satellite and when it reaches to the GPS receiver. ആ ടൈം ഇന്റർവെൽ ആണ് നമുക്ക് വേണ്ട ടൈം. അപ്പോൾ ആ ടൈമും വെലോസിറ്റിയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, വെലോസിറ്റി നമുക്കറിയാം. ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. എങ്ങനെയാണ് പക്ഷെ ടൈം കണ്ടുപിടിക്കുന്നത്? ടൈം ഓഫ് അറൈവൽ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സിഗ്നൽ സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം എന്ത് തരം റേഡിയോ സിഗ്നൽ ആണ് സാറ്റലൈറ്റിന് എമിറ്റ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഓരോ സിഗ്നലിൻ്റെ ഒപ്പം ഓരോ കോഡും എംബഡഡ് ആയിരിക്കും. Okay, so analyzing that code and understanding the type of radio signal, we can easily calculate the time taken for the signal to reach our receiver. അപ്പോൾ അതിന് വേണ്ടിയിട്ട് GPS സാറ്റലൈറ്റിൻ്റെ ഉള്ളിൽ ആറ്റോമിക് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്യുറേറ്റ് ക്ലോക്സ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ദേ വിൽ ബി ഏബിൾ ടു എമിറ്റ് അല്ലെങ്കിൽ ജനറേറ്റ് ദ സിഗ്നൽസ്. നമുക്ക് വേണ്ട രീതിയിൽ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് GPS സാറ്റലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ആറ്റോമിക് ക്ലോക്കിന് പോസിബിൾ ആയിരിക്കും. ഓക്കെ, ആൻഡ്
ഏതൊരു GPS സാറ്റലൈറ്റ് ആണെങ്കിലും 2 തരത്തിലുള്ള സിഗ്നൽസ് ആയിരിക്കും അവർ എമിറ്റ് ചെയ്യുക. ഓക്കെ, സാറ്റലൈറ്റ് they will be able to emit 2 types of signals, അല്ലെങ്കിൽ they broadcast 2 carrier waves which are modulated by the coded information signal. ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസിനെ നമ്മൾ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്തിട്ട് ഈ GPS സാറ്റലൈറ്റിന് 2 തരത്തിലുള്ള കാരിയർ വേവ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഒന്നിനെ നമ്മൾ കാരിയർ L1 എന്നും മറ്റേതിനെ കാരിയർ L2 എന്നും പേരിട്ടു. കാരിയർ L1 ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇത് ഈക്വൽ ടു 157.42 മെഗാഹെർട്സ്. ഓക്കെ, അതേപോലെ കാരിയർ വേവ് L2 1227.60 മെഗാഹെർട്സിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വെക്കേണ്ടത് ഇതാണ്, ഓരോ GPS സാറ്റലൈറ്റിനും ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിനെ മോഡിഫൈ ചെയ്തിട്ട് ഓരോ GPS സാറ്റലൈറ്റ് is able to send 2 carrier waves. 2 carrier waves സെൻഡ് ചെയ്യാനായിട്ടുള്ള പൊസിഷൻ ഉണ്ട്. ആദ്യത്തെ കാരിയർ വേവിന് നെയിം കാരിയർ L1 ഉം രണ്ടാമത്തേന്റെ കാരിയർ L2 എന്നാണ് പറയാം. കാരിയർ L1 മൂവ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1575.42 മെഗാഹെർട്സും കാരിയർ വേവ് L2 1227.60 മെഗാഹെർട്സും ആണ്. ഓക്കെ, ആൻഡ് അലോങ് വിത്ത് ദ കാരിയർ വേവ്സ് അവർ ഒരു സിഗ്നൽ കോഡും കൂടെ ഇതിന്റെ ഒപ്പം എംബഡ് ചെയ്ത് അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്ത് വിടും. ഓക്കെ, ആൻഡ് 2 ടൈപ്പ് സിഗ്നൽ കോഡ്സ് ആണ് ജനറേറ്റ് ആവുന്നത് ഫ്രം എ GPS സാറ്റലൈറ്റ്. അതിൽ കാരിയർ വേവ് L1 ക്യാരി ചെയ്യാവുന്ന സിഗ്നൽ കോഡ് CA കോഡും P കോഡും എന്ന് പറഞ്ഞിട്ടുള്ള 2 കോഡാണ് കാരിയർ വേവ് L1ന്റെ ഒപ്പം ജനറേറ്റ് ആയിട്ട് വരാം. സോ C⁻A കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് കോഴ്സ് ഓർ acquisition കോഡ്, ആൻഡ് P കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് precision കോഡ്. എന്താണെന്നൊന്നും അറിയണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഒരു സാറ്റലൈറ്റ് എന്ന് 2 കാരിയർ വേവ്സ് ആയിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുക. ആദ്യത്തെ കാരിയർ വേവിന്റെ പേര് കാരിയർ L1 ഉം രണ്ടാമത്തെ കാരിയർ വേവിന്റെ പേര് കാരിയർ L2 എന്നാണ്. ഫ്രീക്വൻസി കൂടുതൽ കാരിയർ വേവ് L1 ആണ്, ഫ്രീക്വൻസി കുറവ് കാരിയർ വേവ് L2 ആണ്. ആൻഡ് ഈ കാരിയർ വേവ്സിന്റെ ഒപ്പം നമ്മൾ ചെറിയ സിഗ്നൽസ് മോഡുലേറ്റ് ചെയ്ത് ഒപ്പം പറഞ്ഞയക്കും. ഓക്കെ, ആൻഡ് കാരിയർ L1ന്റെ ഒപ്പം വരുന്ന കോഡ് എന്ന സിഗ്നൽ കോഡ് 2 എണ്ണമാണ്, CA കോഡും P കോഡും. ഓക്കെ, ബട്ട് കാരിയർ വേവ് L2ന് P കോഡ് മാത്രമേ ഒപ്പം ക്യാരി ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ CA കോഡ് അല്ലെങ്കിൽ PA കോഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ they have the ability to determine, അല്ലെങ്കിൽ ഈ CA കോഡ് അല്ലെങ്കിൽ P കോഡ് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് ആയിട്ട് ഏത് ടൈമിലാണ് സിഗ്നൽ സാറ്റലൈറ്റ് സ്റ്റേഷനിൽ പുറപ്പെട്ടേ എന്നുള്ളതും അതേപോലെ നമ്മുടെ റിസീവറിൽ അത് എപ്പോഴാണ് വന്ന് കിട്ടി എന്നുള്ളത് ആ ടൈം കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഈ കോഡുകൾക്ക് ഉണ്ട്. സോ ഇഫ് യു ഹാവ് എനി ടെക്നിക്സ് ടു ഡീകോഡ് ദോസ് വേവ്സ്, ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട് ആയിട്ട് ടൈം ബിറ്റ്വീൻ ദി പ്രൊപ്പഗേഷൻ ഓഫ് സിഗ്നൽ ആൻഡ് റിസീവൽ ഓഫ് സിഗ്നൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വൺസ് വി നോ ദി ടൈം we can easily find out the distance between the satellite station and our GPS receiver. Okay, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കോഡഡ് സിഗ്നലിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് it is for calculating the travel time of radio signals from the satellite to the GPS receiver on Earth. Okay, ഈ കിട്ടിയ ടൈമിനെ നമ്മൾ വെലോസിറ്റി ഓഫ് റേഡിയോ സിഗ്നൽസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും ഡിസ്റ്റൻസ് ആണ്. അതിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് റേഞ്ച് എന്ന് പറയാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വരെ ഡീകോഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ ഒരു പെർട്ടിക്കുലർ സാറ്റലൈറ്റിലെ ഡിസ്റ്റൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഹൗ ആർ വി ഏബിൾ ടു ഐഡന്റിഫൈ ദി ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 അൺനോൺസ് ആണ് അവിടെ വരിക. അല്ലെങ്കിൽ പൊസിഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ XYZ കോർഡിനേറ്റ് അറിയണം, പൊസിഷൻ ഓഫ് കോർഡിനേറ്റ്സ് അറിയണം, അതേപോലെ തന്നെ ടൈം ഓഫ് അറൈവൽ ഓഫ് സിഗ്നൽ അറിയണം. ഓക്കെ, അപ്പൊ 4 അൺനോൺസ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഈ 4 അൺനോൺസ് കണ്ടുപിടിക്കാനായിട്ട്
we have to receive signals from at least 4 satellites. അപ്പൊ 4 സാറ്റലൈറ്റ്സിനുള്ള ഒബ്സർവേഷൻസ് കിട്ടിയാലാണ് നമുക്ക് ഈ 4 അൺനോൺസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, in order to exactly locate a point on the object on the surface of Earth or track a particular object on the surface of Earth, we need a minimum of 4 satellites. 4 സാറ്റലൈറ്റ്സ് എങ്കിലും നമുക്ക് വേണം എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഒരു സാറ്റലൈറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു GPS റിസീവർ ഒരു സാറ്റലൈറ്റിന് ഒരു സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആകെ കൂടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇമാജിനറി സ്ഫിയർ ഹാവിങ് സെന്റർ ആസ് ദി സാറ്റലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ആസ് ദി റേഡിയസ്, അതാണ് നമുക്ക് കിട്ടുക. സപ്പോസ് ഞാൻ ട്രാക്ക് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ റേഞ്ചിൽ വരുന്ന ഒരു സാറ്റലൈറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ആ സാറ്റലൈറ്റിൽ നിന്ന് ആ ഒബ്ജക്റ്റിന്റെ GPS റിസീവർ സിഗ്നൽ റിസീവ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ആൻ ഇമാജിനറി സ്ഫിയർ ഹാവിങ് സെന്റർ ആസ് എ സാറ്റലൈറ്റ് ആൻഡ് റേഡിയസ് ആസ് ദി ഡിസ്റ്റൻസ്, അങ്ങനെ ഒരു ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ച ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇതൊന്നും നമുക്കൊന്നും കിട്ടില്ല, നമുക്കൊരു ഒരു എന്താ പറയാ സോൺ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 2 സ്ഥലത്തു നിന്നും ഒരേ പോയിന്റിൽ സിഗ്നൽ കിട്ടുവാന്നുണ്ടെങ്കിൽ, നമ്മൾ എർത്തിലെ ഒരു GPS റിസീവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ റിസീവറിന് 2 സാറ്റലൈറ്റിന് സിഗ്നൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ സാറ്റലൈറ്റിനും ചുറ്റും ഒരു ഇമാജിനറി സ്ഫിയർ പോലത്തെ ഒരു റേഞ്ച് ആണ് നമുക്ക് കിട്ടുക. രണ്ടാമത്തെ സാറ്റലൈറ്റിൽ നിന്നും ഒരു ഇമാജിനറി സ്ഫിയർ കിട്ടും. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ, അതാണ് നമ്മുടെ റഫ്ലി നമ്മുടെ പൊസിഷൻ ആയിട്ട് വരിക. അപ്പോഴും നമുക്ക് കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു വേഗ് ആയിട്ടുള്ള ഒരു പിക്ചർ മാത്രമേ കിട്ടുള്ളൂ. സപ്പോസ് മൂന്നാമത്തെ സാറ്റലൈറ്റും കൂടെ വന്നു എന്ന് വിചാരിക്കും, അപ്പോഴും നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ കിട്ടില്ല. ഈ പറഞ്ഞ 3 സ്ഫിയറിനും ഇന്റർസെക്ഷൻ പോയിന്റിലാണ് നമ്മുടെ ലൊക്കേഷൻ വരാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ 4മതും ഒരു സാറ്റലൈറ്റ് വരികയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആകെ ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ. 4ഉം കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ. ആ പോയിന്റ് ഏതാണോ അതാണ് നമ്മുടെ പൊസിഷൻ. ഓക്കെ, ആൻഡ് ആ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ എത്ര സാറ്റലൈറ്റ് മിനിമം വേണ്ടി വന്നു? വി നീഡ് 4 സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ സാറ്റലൈറ്റും നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഒരു ഇമാജിനറി സ്ഫിയർ ഹാവിങ് സെന്റർ ആസ് ദി സാറ്റലൈറ്റ് ആൻഡ് റേഡിയസ് ആസ് ദി ഡിസ്റ്റൻസ്, അതാണ് ഓരോ സാറ്റലൈറ്റും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അങ്ങനെ 4 ഡിഫറെന്റ് സാറ്റലൈറ്റ്സിന് കിട്ടിയ ഇൻഫർമേഷനെ ഒരുമിച്ച് അനലൈസ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ. ആ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പൊസിഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്ട് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, അതാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്ട് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഇറ്റ് ഷുഡ് ബി അണ്ടർ ദ മോണിറ്ററിംഗ് ഓഫ് 4 ഡിഫറെന്റ് സാറ്റലൈറ്റ്സ്. 4 ഡിഫറെന്റ് സാറ്റലൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈ കൺസെപ്റ്റുകൾ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് GPS? ഒന്ന് പറയാവുന്നത് ഏതാണ്? നാവിഗേഷൻ പറയാം അല്ലെ, പിന്നെയോ സർവേ, മാപ്പിംഗ്, മിലിറ്ററി ആൻഡ് അഗ്രികൾച്ചർ. GPS എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങാനുള്ള കാര്യം തന്നെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമുക്കറിയാം ഏതെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും US ആയിരിക്കും ആദ്യം അഭിപ്രായം പറയാം, അല്ലെങ്കിൽ അവർക്കായിരിക്കും ആദ്യം ഇൻഫർമേഷൻ കിട്ടുക. കാരണം എന്താ, ഇവരുടെ എല്ലാം കൺട്രോൾ സ്റ്റേഷൻ, GPSന്റെ കൺട്രോൾ സ്റ്റേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് US-ലാണ്. അപ്പോൾ ഈ US GPS സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ഇറ്റ് വാസ് ഫോർ ദി മിലിറ്ററി പർപ്പസ്. പിന്നീടാണ് അതിന്റെ റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് അത് പല ഫീൽഡിലേക്ക് അതിന്റെ ആപ്ലിക്കേഷൻ സ്പ്രെഡ് ചെയ്തത്. Okay, so in which of fields we do make use of GPS? Navigation, surveying, mapping, military and agriculture purpose. So navigation mainly marine navigation, air navigation ആണ് അല്ലെ. അവിടുത്തെ ഷിപ്പിലത്തെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പ്ലെയിനിലത്തെ പൈലറ്റ് അവർ ഏത് ട്രാക്കിൽ കൂടെ പോകണം, അവർക്ക് റോഡൊന്നും ഇല്ലല്ലോ കണ്ടു പോകാനായിട്ട്. അപ്പോൾ അവർക്ക് എക്സാക്ട് ആയിട്ട് അവർ പോകേണ്ട ട്രാക്ക് ട്രേസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് GPS. അവരുടെ സ്പേഷ്യൽ ലൊക്കേഷൻ അവർ അനലൈസ് ചെയ്യുന്നത് GPS വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ബർത്തിങ് ആൻഡ് ഡോക്കിംഗ് ഓഫ് ലാർജ് വെസൽസ് ഉദ്ദേശിക്കുന്നത് ഷിപ്പാണ്. ഷിപ്പിനെ എവിടേക്കാണ് പാസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡോക്ക് ചെയ്യേണ്ടത്, ഹോൾട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അവർ ഡിസൈഡ് ചെയ്യുന്നത് GPS സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ സർവേ, സൈറ്റ് സർവേ, ടോപ്പോഗ്രാഫിക് സർവേ, ലേ ഔട്ട് വർക്ക്സ്, ലൊക്കേറ്റിംഗ് ബൗണ്ടറീസ്, അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ GPS ആണ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ മാപ്പിംഗ്, ഏരിയൽ ഫോട്ടോഗ്രാഫി, ജനറേഷൻ ഓഫ് റോഡ് മാപ്പ്, ഫീച്ചർ മാപ്പ്,
റോഡ് മാപ്സും ഫീച്ചർ മാപ്സും ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പിൽ സെറ്റ് ചെയ്യും ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അല്ലേ? അപ്പൊ അതിൽ എക്സാക്ട് ആയിട്ട് ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുക, 100 മീറ്റർ കഴിയുമ്പോൾ റൈറ്റിലേക്ക് തിരിയുക, അങ്ങനത്തെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഇസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് GPS. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് GPS സർവേയിങ് മെത്തേഡ്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇത്രയും പോർഷൻസ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ഓക്കെ, താങ്ക് യു.